പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ NXTയുടെ നോ മേഴ്സി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നിന്നുള്ള ചില ഹെഡ്ലൈനുകളാണ്. അതിൽ ഒന്നാമത്തേത് NXTയുടെ നോ മേഴ്സി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടന്ന ഏക ടൈറ്റിൽ ചേഞ്ചിനെ സംബന്ധിച്ചും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളെ സംബന്ധിച്ചുമാണ്. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്ന ചേസ് യുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫ്രേസർ ആക്സിം തുടങ്ങിയവരുടെ ടീം വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരശേഷം ചേസിയുവിലെ മെമ്പറായിരുന്ന റെഡ്ജ് ഹോളൻഡ് ചേസിയുവിലെ അദ്ദേഹത്തിൻ്റെ ടാഗ് ടീം പാർട്ണറായ ആൻഡ്രെ ചേസിനെയും മറ്റ് അംഗങ്ങളെയും ബ്രൂട്ടലായി ആക്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. റെഡ്ജ് ഹോളൻഡിൻ്റെ ഒരു ഹീൽ ടേൺ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. മറ്റൊരു ഹെഡ്ലൈന് ഇന്നത്തെ നോ മേഴ്സി എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ജൂലിയ എന്ന് പറയുന്ന റെസ്ലറുടെ ആ ഒരു ഡെബ്യൂ ഒരു വരവോട് കൂടിയിട്ടാണ്. അതായത് ആ വുമൺ റെസ്ലർ കുറച്ചു കാലമായി WWE ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും താരം WWE ഒരു ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഡെബ്യൂ ആണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ആ NXTയുടെ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മത്സരം കഴിഞ്ഞതിന് ശേഷം റോക്സിനി പെരസ് ജെയ്ഡ പാർക്കറിനൊക്കെ പരാജയപ്പെടുത്തിയതിനു ശേഷം സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ജൂലിയ ആ ഒരു എൻട്രൻസ് മ്യൂസിക്കോട് കൂടി റിങ്ങിലേക്ക് വരുന്നത്, റോക്സിനി പെരസുമായി ഫേസ് ടു ഫേസ് നിൽക്കുന്നത്. ഈ ജൂലിയ എന്ന റെസ്ലറുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ സ്ട്രോങ് വുമൺസ് ചാമ്പ്യൻഷിപ്പ് ഒരു തവണ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോ റെസ്ലിംഗിൻ്റെ റാങ്കിങ് ലിസ്റ്റ് പുറത്തേക്ക് വിടുമ്പോൾ ടോപ്പ് 10 എപ്പോഴും വരാറുള്ള വുമൺ റെസ്ലർമാരിൽ ഒരാളാണ് ജൂലിയ. ഒട്ടനവധി ആരാധകർ അമേരിക്കയിലും ജപ്പാനിലുമൊക്കെ ജൂലിയയ്ക്കുണ്ട്. സ്റ്റാർഡം എന്ന് പറയുന്ന ജാപ്പനീസ് റെസ്ലിംഗ് കമ്പനിയിൽ അവിടെ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്ലർ എന്നുള്ളൊരു പേരെടുത്ത താരമാണ്. അതുകൊണ്ട് തന്നെ ജൂലിയയുടെ ഈ ഒരു ഡെബ്യൂ WWE സ്റ്റോറി ലൈൻ അതിനൊക്കെ കോടിക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് നമുക്ക് ഇന്നത്തെ നോ മേഴ്സി പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെയും കാണാൻ സാധിച്ചത്. ഇതായിരുന്നു നോ മേഴ്സി പ്രീമിയം ലൈവ് ഇവൻറ്റിൽ എടുത്തു പറയത്തക്ക വിധത്തിലുള്ള സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡൊമിനിക് മിസ്റ്റീരിയോ പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ മത്സരത്തിനോടുള്ള ഒരു താല്പര്യത്തെ സംബന്ധിച്ചാണ്. ഈ ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് തുടങ്ങുന്നതിന് മുൻപ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിലാണ് ഡൊമിനിക് മിസ്റ്റീരിയോ ഈ ഒരു അഭിപ്രായം പറയുന്നത്. ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ദീർഘകാലമായി ഓൺ സ്ക്രീനിലെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന റിയ റിപ്ലി ഇപ്പോൾ ഏറ്റവും വലിയൊരു ശത്രുവായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ശത്രുവിനെതിരെ ഒരു 1-on-1 മത്സരം കളിക്കാൻ ഡൊമിനിക്കിന് താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഡൊമിനിക് അറിയിച്ചിരിക്കുന്നത്. WWE ഈ ഒരു മത്സരം ഒരിക്കലും ചെയ്യില്ല എന്ന് അറിയാം, പക്ഷേ താൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം മാച്ച് റിയ റിപ്ലിക്കെതിരെയുള്ള സിംഗിൾസ് മത്സരമാണെന്നാണ് ഡൊമിനിക് മിസ്റ്റീരിയോ പറയുന്നത്. WWE ഒരിക്കലും മെൻ വേഴ്സസ് വുമൺ തമ്മിലുള്ള മത്സരം നടത്താറില്ല, ഇന്റർജെൻഡർ മത്സരം നടത്താറില്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനിയിലൊക്കെ ആണെങ്കിൽ നമുക്കിത് പ്രതീക്ഷിക്കാം, പക്ഷേ WWE ആ ഒരു ഫോർമാറ്റിലെ സ്റ്റോറി ലൈനുകൾ ഫോക്കസ് ചെയ്യാറില്ല. ഇത്തരത്തിലുള്ള മിക്സ്ഡ് ടാഗ് ടീം മത്സരങ്ങളിൽ ഒരു മെൻ റെസ്ലറും വുമൺ റെസ്ലറും ഫേസ് ടു ഫേസ് വരുന്നതും ഇടയ്ക്ക് ചില കിക്കുകളും പഞ്ചുകളും മൂവുകളും ചെയ്യും എന്നുള്ളതിൽ ഉപരി അവർ പൂർണ്ണമായിട്ടുള്ള ഒരു സിംഗിൾസ് മത്സരം നടത്താറില്ല. അപ്പോൾ മത്സരത്തിന് സാധ്യത കുറവാണെന്ന് ഡൊമിനിക് ഇൻ്റർവ്യൂവിൽ കൃത്യമായി പറയുന്നുണ്ടെങ്കിലും തന്നെ സംബന്ധിച്ച് അതൊരു ഡ്രീം മാച്ചാണെന്നുള്ളത് ഡൊമിനിക് പറയുന്നുണ്ട്. ഡൊമിനിക്കിൻ്റെ ഈ ഒരു അഭിപ്രായം വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. കാരണം ഡൊമിനിക് വേഴ്സസ് റിയ റിപ്ലി തമ്മിലുള്ള മത്സരത്തിന് കുറേയധികം ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. റിയ റിപ്ലി ബ്രൂട്ടലായി ഡൊമിനിക്കിനെ ആക്രമിക്കുന്നതും വലിയ ആധിപത്യത്തോടു കൂടി മത്സരത്തിൽ വിജയിക്കുന്നതും കാണാൻ ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഡൊമിനിക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പിറകിൽ കിട്ടിയിട്ടുണ്ട്. അവസാനമായി പങ്കുവെക്കാനുള്ളത് കുറച്ച് ആരാധകരെങ്കിലും ഒരു ഡ്രീം മാച്ചായി കാണുന്ന മത്സരമാണ് റാൻഡി ഓർട്ടൺ എന്ന ലെജൻഡ് താരവും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം. പലരും അടുത്ത റെസ്ൽമേനിയയിൽ ഈ മത്സരം നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള ജസ്റ്റ് അഭിപ്രായങ്ങൾ വരെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിനെ സംബന്ധിച്ച് ഈ മത്സരം നടക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രസ് കോൺഫറൻസിൽ കോഡി റോഡ്സിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ കോഡി റോഡ്സ് കൊടുക്കുന്ന ഏക ഉത്തരം ഈ മത്സരം ഉടനെയൊന്നും വരില്ല എന്നുള്ളതാണ്. ഈ മത്സരം വരണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി, കൃത്യമായിട്ടുള്ള ഒരു ഡ്രാമ അത് ആവശ്യമാണ്. അപ്പോൾ ലോങ് ടൈം സ്റ്റോറിയിലൂടെ മാത്രമേ ഈ മത്സരം കാണാൻ സാധിക്കൂ എന്നുള്ളത് കോഡി വെളിപ്പെടുത്തുന്നുണ്ട്. റെസ്ൽമേനിയയിലേക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു ലോങ് ടൈം സ്റ്റോറി അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. എന്തായാലും നിലവിൽ കോഡി വേഴ്സസ് റാൻഡി തമ്മിലുള്ള മത്സരത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം റാൻഡി ഓർട്ടൺ ഗിന്തറിനോട് പരാജയപ്പെട്ടതോടുകൂടി സ്മാക്ക് ഡൗണിലേക്ക് തിരികെ വരികയാണ്. അവിടെ സ്മാക്ക് ഡൗണിൽ കോഡി ചാമ്പ്യനായിട്ട് തുടരുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകൾ വളരെ കൂടുതലായി വരുന്ന ഒരു സമയത്ത് തന്നെയാണ് കോഡി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം കൂടി പങ്കുവെക്കുന്നത്. എന്നാൽ രണ്ട് ഫേസ് റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു മത്സരമായിട്ട് വന്നാൽ അതിന് പ്രത്യേകിച്ചൊരു പിന്തുണ
ആരാധകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കില്ല. അവിടെ റാൻഡി ഓർട്ടൺ ഹീലായാൽ വേറെ ലെവൽ സപ്പോർട്ട് ആരാധകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കും. കോഡി റോഡ്സിനെ ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിലേക്ക് അവർക്ക് പൊക്കിക്കാണിക്കാനും പറ്റിയ ഒരു അവസരമായിരിക്കും ഹീലായിട്ടുള്ള വില്ലനായിട്ടുള്ള വൈപ്പർ റാൻഡി ഓർട്ടനെതിരെ കോഡി മത്സരിക്കുന്ന ആ ഒരു നിമിഷം. കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ പോലും റാൻഡി ഓർട്ടൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സ്റ്റോറി ടെല്ലിംഗ് ഉള്ള നല്ല കഥയുള്ള ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇപ്പോൾ കോഡി റോഡ്സ് പങ്കുവച്ച അഭിപ്രായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ച ചില പോയിന്റുകൾ. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.